ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സോനസ് ടെയിൽസ്. അയ്യോ, ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ഓഫീസ് ഡേ വ്ലോഗാണ്. അപ്പം ഇന്ന് മൺഡേ ആണ്. ഏറ്റവും ലേസി ആയിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും മൺഡേയ്സാണ്. കാരണം ഒരു വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ആ ഹാങ് ഓവറൊക്കെ വിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. ട്യൂസ്ഡേ പിന്നെ കുഴപ്പമില്ല. വെനസ്ഡേ ആകുമ്പോഴേക്കും പിന്നെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് വീക്കെൻഡിൻ്റെ. പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേയും പെട്ടെന്ന് നോക്കുള്ളൂ. സോ അതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു വീക്ക് ഞാൻ തള്ളി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മൺഡേ ഒന്നും പറയണ്ട. രാവിലെ എണീറ്റ് ഇവിടെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോഴും ഇരുട്ടാണ്. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ്. ഇടിയപ്പം മുട്ടക്കറിയും. ഇടിയപ്പം ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ആ പാത്രത്തിൽ തന്നെ വെച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് അത് ആവി കയറ്റാൻ എളുപ്പമാണ്. സോ എനിക്ക് ഏർലി മോർണിംഗ് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ഭയങ്കര പാടാണ്. സോ ഞാൻ ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. സാധാരണ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോകാറ്. കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഓവർനൈറ്റ് ഓട്സ് കഴിച്ചത് ഞാൻ മടുത്തു. അതുകൊണ്ട് ഞങ്ങളൊരു ബ്രേക്ക് ഇട്ടതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് 7:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് 8 മണിക്ക് ഓഫീസിൽ കയറണം. അപ്പം ഇപ്പോൾ 7:10 അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട്. ഇവിടെ ഇത്തവണ വിൻ്റർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര തണുപ്പാണ്. രാവിലെ 7:15 ആയപ്പോഴും ഇപ്പോഴും ഇരുട്ടാണ് പുറത്ത്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പാട്. ഓഫീസിൽ പോകുന്ന സമയത്ത് എനിക്ക് വെളിച്ചം വേണം. അത് നല്ല നാച്ചുറൽ ഡേ ലൈറ്റ് എനിക്ക് വേണം. അത് കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ്. അപ്പം ഇതൊക്കെ തരണം ചെയ്തിട്ട് വേണം ഓഫീസിൽ പോകാൻ. സോ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് എനിക്ക് 7:30 ആകുമ്പോൾ തന്നെ ഇറങ്ങണം. പിന്നെ എന്താ പറയുക, UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് ഇപ്പം 1-2 ദിവസമായിട്ടുള്ളൂ. അപ്പം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് യൂസ്ഡ് ആവുന്നേ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ടൈം എടുക്കും. റൗണ്ട് അബൌട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കും. ഞാനിങ്ങനെ ആലോചിച്ച് എന്താ പറയുക, വണ്ടികളൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റൗണ്ട് അബൌട്ട്സിൽ കയറത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് എക്സ്ട്രാ 5 to 6 minutes എനിക്ക് എടുക്കും. അതുകൊണ്ട് നമുക്കിത് നേരത്തെ ഇറങ്ങണം. ഓക്കെ. എന്തൊരു സുഖം. രാവിലെ എണീറ്റ് ഓഫീസിൽ പോകാൻ എന്നെ മടി പിടിപ്പിക്കുന്ന കാരണങ്ങളിൽ രണ്ടാമത്തെ കാരണം ഈ ഒരു കാഴ്ചയാണ്. സോ ഐ എം റെഡി ടു ഗോ. സോ ഞാൻ റെഡിയായി. അവിടെ വേറൊരാൾ ചുരുണ്ട് കൂടി കിടപ്പുണ്ട്. അസൂയ തോന്നുന്നു. അപ്പോൾ ഞാൻ തന്നെ റെഡിയായി. ഒരു 10 മിനിറ്റ് കൂടെ സമയമുള്ളത്. ഹലോ, 7:32 ആയി. ഇനി എനിക്ക് പെട്ടെന്ന് പോകണം. അപ്പം ഞാൻ ഫസ്റ്റ് ഡ്രൈവിംഗ്. ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴേക്കും നല്ല വിശപ്പായിരിക്കും. ഞാൻ പിന്നെ സേഫ്റ്റിക്ക് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒന്നും ആവത്തില്ല എനിക്ക്, എന്നാലും ഒന്നുമില്ലാത്തതിലും ബെറ്റർ അല്ലേ. ഈ കാറിന്റെ ഗ്ലാസ്സിലെല്ലാം ഇന്നലെ മഴ പെയ്തെന്ന് തോന്നുന്നു. ഫുള്ള് വെള്ളമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരാം ഗൈസ്. നമുക്ക് ഓഫീസിൽ നിന്ന് കാണാം. പക്ഷെ ഓഫീസിനകത്ത് എനിക്ക് അത്രയും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 3-4 തവണയെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഹലോ, അപ്പം 11:45 ആയി. 12-ന് നമ്മുടെ ലഞ്ച് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 12-ന് നമ്മളെല്ലാവരും എല്ലാ കൊളീഗ്സും ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, ഒരു 5 minutes ഇല്ല, ഒരു 2 minutes നടക്കാനുണ്ട് ക്യാൻറ്റീനിലേക്ക്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതൊരു റിഫൈനറി ആയതുകൊണ്ട് പുറത്തിറങ്ങിയാലും, അതായത് ഈ ക്യാമ്പസിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, ഫോൺ അലൗഡ് അല്ല. ഫോൺ കൊണ്ടു നടക്കാം, പക്ഷേ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഓഫീസിൽ വന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടൈം പോകുന്ന അറിയത്തില്ല, കാരണം അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടാവും. അപ്പോൾ ഉച്ച വരെ നല്ല വർക്ക് ഉണ്ടായിരുന്നു, മീറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ടാസ്ക് കിട്ടി. ഇനി ഉച്ച കഴിഞ്ഞിട്ടും മീറ്റിങ്സ് ഒക്കെ ഉണ്ട്, വർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. ഓക്കെ, അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്കല്ല, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നെസ്കവയുടെ കോഫി പൗഡറൊക്കെ വെച്ചിട്ടുണ്ട്, ആ ബോട്ടിൻ്റെയാണ്. പിന്നെ ഇവിടെ ഹോട്ട് വാട്ടർ, അവിടെ ഒരു വെൻഡിങ് മെഷീൻ, പിന്നെ ഇവിടെ ഒരു ചെറിയ ഫ്രീസറുണ്ട്, അതിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ അവിടെ അതിനകത്ത് നല്ല കോൾഡ് മിൽക്കുണ്ട്, കോഫിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് വന്നു. പിന്നെ 2 മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വർക്കൊക്കെ ചെയ്തിരുന്നപ്പോഴേക്കും 2:15. അപ്പം ഞാൻ നമ്മുടെ വാട്ടർ ബോട്ടിൽ റീഫിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് പാൻട്രിയിൽ. അപ്പം നമ്മുടെ ഫ്ലോറിൽ തന്നെ ഒരു ചെറിയ പാൻട്രി ഉണ്ട്, ജസ്റ്റ് ഒരു വെൻഡിങ് മെഷീനും ഉണ്ട്. ജസ്റ്റ് കോഫി ടീ എന്തെങ്കിലും വേണമെങ്കിൽ കുടിക്കാനും, ഡ്രിങ്കിങ് വാട്ടർ വേണമെങ്കിൽ എടുക്കാനും. അങ്ങനെ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു 5 minutes ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് പോകണം. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു ബ്രേക്കിന് വന്നാണ്. ഇപ്പോൾ പാൻട്രിയിൽ ആരും ഇല്ലാത്ത സമയം നോക്കി ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ബാക്ക് ടു വർക്ക്. സീ യു. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. സോ മൺഡേ ഇസ് ഡൺ. ഇനി 4 more days to go. അപ്പം ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു, ലോഗ് ഔട്ട് ചെയ്തു. അപ്പം നമ്മളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്ന് വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ കോസ്കോയിൽ പോയിട്ട് പെട്രോൾ അടിക്കാനുണ്ട്. ഇവിടുന്ന് ഒരു 10 minutes ആണെന്ന് തോന്നുന്നു, 10 minutes ഡ്രൈവ് ഉണ്ട്. അപ്പോൾ കോസ്കോയിൽ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വേണം വീട്ടിൽ പോവാൻ. അപ്പോൾ ഇന്ന് ടോമിച്ചൻ ഇല്ലാതെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോവാണ്. ഓക്കെ, ആദ്യമായിട്ട് ഗൈസ്, പ്ലീസ് നോട്ട് ഇറ്റ്, ആദ്യമായിട്ട്. കാരണം ഇവിടെ ഒക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. വലിയ പാടില്ലെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ ഇതുവരെ തന്നെ ചെയ്തിട്ടില്ല. എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കുമെന്ന് കണ്ടറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയി പെട്രോൾ അടിച്ചിട്ട് നമുക്ക് വേഗം വീട്ടിലെത്താം. പെട്രോൾ അടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഞാൻ മാപ്പ് ഇടട്ടെ, എനിക്ക് തന്നെ പോകാൻ അറിയത്തില്ല. ഓക്കെ, സീ യു. ഇന്ന് ആദ്യമായിട്ടാ നമ്മൾ ആ ഐസ്ക്രീം മേടിക്കുന്നത്. ഇവിടുന്ന് വണ്ടിയിൽ വരുന്ന ഐസ്ക്രീം. അപ്പോ ഇതൊക്കെയാണ് എന്റെ 1 fine ഓഫീസ് ഡേ വിശേഷങ്ങൾ. ഇനി നല്ല ഫുഡ് കഴിക്കണം, കുളിക്കണം, ഉറങ്ങണം, വീട്ടിലേക്ക് വിളിക്കണം, ഇതൊക്കെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ വാ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.